ഓം ശാന്തി. 20-10-69 अव्यक्त बाप दादा. बिंदु और सिंधु की स्मृति से संपूर्णता. മുരളിയുടെ സാരം, ബിന്ദുവിൻ്റെയും സിന്ധുവിൻ്റെയും ഓർമ്മയിലൂടെ സമ്പൂർണത. ആജ് കിസ് സംഘടന മേ ബാപ് ദാദ ആയേ. ഇന്ന് ഏത് സംഘടനയിലാണ്, ഏത് സഭയിലാണ് ബാപ് ദാദ വന്നിരിക്കുന്നത്? ആജ് കെ സംഘടന കോ ക്യാ കഹേംഗെ. ഇന്നത്തെ ഈ സഭയെ എന്തു പറയും? ആജ് കാ സംഘടന ഹെ ജ്ഞാൻ സൂര്യ ഔർ സിത്താരോं का. ഇന്നത്തെ ഈ സഭ ജ്ഞാന സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയുമാണ്. ഹറേക് സിത്താര അപ്പനി അപ്പനി ചമക് ദിഖാനെ വാല ഹെ. ഓരോ നക്ഷത്രവും അവരവരുടെ പ്രകാശം കാണിക്കുന്നതാണ്. ബാപ് ദാദ ഹറേക് സിത്താരെ കി ചമക് ദേഖനെ കെ ലിയെ ആയേ. ബാപ് ദാദ ഓരോ നക്ഷത്രത്തിൻ്റെയും തിളക്കം കാണുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. ബാബ ഇന്നത്തെ സഭയെക്കുറിച്ച് പറയുകയാണ്. അതായത് ഇന്നത്തെ സഭ ജ്ഞാനസൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും സഭയാണ്. ഓരോ നക്ഷത്രത്തിൻ്റെയും തിളക്കം, അതായത് ശോഭ എത്രമാത്രം ഉണ്ട് എന്ന് കാണുന്നതിന് വേണ്ടിയാണ് ബാബ ഇന്ന് ഈ സഭയിൽ വന്നത്. आप सभी इस भट्टी में आए हो तो अपने को क्या बनाने के लिए आए हो. നിങ്ങളെല്ലാവരും ഇന്ന് ഈ ഭട്ടിയിൽ വന്നത് സ്വയം തന്നെ എന്താക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് വന്നത്. മാലൂം ഹേ ഭട്ടി സേ ക്യാ ബൻകർ നിക്കൽനാ ഹേ. അറിയാമോ, ഈ ഭട്ടി കഴിഞ്ഞിട്ട് പുറത്തു വരുമ്പോൾ നിങ്ങൾ എന്തായിട്ടാണ് പുറത്തേക്ക് വരുന്നത്? അപ്പം ബാബു പറയാണ്, എല്ലാവരും മൗണ്ട് അബൂൽ മധുബനിൽ ഭട്ടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ നക്ഷത്രവും ഈ ഭട്ടി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ എന്തായി തീരുവാനാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് ചോദിക്കുകയാണ്. അവിടെ ഇരുന്നവർ പറഞ്ഞു, ഫരിസ്ത. ഫരിസ്ത നഹി ഹോ. അപ്പോൾ ബാബു ഉത്തരം അതിനോട് മറുപടി പറയുകയാണ്, ഫരിസ്ത അല്ലേ. इस भट्टी में संपूर्णता का टप्पा लगाकर निकलेंगे. ഈ ഭട്ടിയിൽ നിന്ന് സമ്പൂർണതയുടെ സ്റ്റാമ്പ് അടിച്ചിട്ട് പുറത്തേക്ക് വരും, മുദ്ര പതിപ്പിച്ചിട്ട് ഇറങ്ങും എന്ന് ബാബു പറയാണ്. അഭി ഫരിസ്തെ ബന്നേക്കെ പുരുഷാർത്ഥിയോ. ഇപ്പോൾ ഫരിസ്തയാകുന്നതിനുള്ള പുരുഷാർത്ഥികളാണ്. ലേക്കിൻ സമ്പൂർണത മേ ജോ കമി ഹേ उसी कमी को इस भट्टी में स्वाहा करने के लिए आए हो. എന്നാൽ സമ്പൂർണതയിൽ എന്തെല്ലാം കുറവുകളുണ്ടോ ആ കുറവുകളെ ഈ ഭട്ടിയിൽ സ്വാഹ ചെയ്യുന്നതിന് വേണ്ടിയാണ് വന്നത്. അപ്പം ബാബു പറയുകയാണ്, സമ്പൂർണമാകുന്നതിന് ഇനി എന്തെല്ലാം കുറവുകളാണ് കുട്ടികളിലുള്ളത് അതില്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ബാബയുടെ അടുത്ത് ഭട്ടിയിൽ ഇരിക്കുന്നത്. ഐസേ ഹോൻ, അങ്ങനെയല്ലേ. കമിയോं को दूर करने के लिए क्या बात याद रखेंगे जिससे संपूर्णता की पूरी ही छाप लगाकर जाएंगे. കുറവുകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എന്താണ് ഓർമ്മയിൽ വയ്ക്കുന്നത്? അതിലൂടെ സമ്പൂർണതയുടെ പൂർണ്ണമായിട്ടുള്ള മുദ്ര പതിപ്പിച്ചിട്ട് പോകും. ആജ് ബാപ് ദാദ ബഹുത് സഹജ് ബാത് സുനാത്തെ. ഇന്ന് ബാപ് ദാദ വളരെ സഹജമായിട്ടുള്ള കാര്യമാണ് കേൾപ്പിക്കുന്നത്. അപ്പം ബാബു പറയുകയാണ്, സമ്പൂർണതയുടെ മുദ്ര പൂർണ്ണമായിട്ടും പതിപ്പിച്ചിട്ട് പോകണമെങ്കിൽ ഇന്ന് ഏത് കാര്യമാണ് നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടത്? എന്നിട്ട് ബാബ ഉത്തരം പറയുകയാണ്, വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് ഇന്ന് ബാബ നമ്മളെ കേൾപ്പിക്കുന്നത്. बहुत सहजते सहज यही बात याद रखनी है कि मैं बिंदु हूँ और बाप भी बिंदु है, लेकिन बिंदु के साथ साथ सिंधु है. വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് ഓർമ്മയിൽ വെക്കേണ്ടത്. അതായത് ഞാൻ ബിന്ദുവാണ്, ബാബയും ബിന്ദുവാണ്,
എന്നാൽ ബിന്ദുവിനോടൊപ്പം സിന്ധുവാണ്. तो बिंदु और सिंधु यह बाप और बच्चे का परिचय है. ബിന്ദു അതേപോലെ തന്നെ സിന്ധു, ഇത് ബാവയുടെയും മക്കളുടെയും പരിചയമാണ്. दो शब्द भी अगर याद रखो तो संपूर्णता सहज आ सकती है. രണ്ട് ശബ്ദമെങ്കിലും ഓർമ്മയിൽ വയ്ക്കുകയാണെങ്കിൽ സമ്പൂർണത സഹജമായിട്ട് വരും. വളരെ പെട്ടെന്ന് തന്നെ സമ്പൂർണത വരും എന്ന് ബാബ പറയുകയാണ്. രണ്ട് ശബ്ദം ഓർമ്മയിൽ വയ്ക്കുകയാണെങ്കിൽ, അതായത് ഒന്ന് ബിന്ദു, അടുത്തത് സിന്ധു. स्कूल में छोटे बच्चों को जब पढ़ाते हैं तो पहले पहले क्या सिखलाते हैं. സ്കൂളിൽ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആദ്യം എന്താണ് പഠിപ്പിക്കുന്നത്? പഹലെ തോ ബിന്ദു ഹി ലിഖേങ്കെ. ആദ്യം ബിന്ദു എന്ന് തന്നെയല്ലേ എഴുതുന്നത് എന്ന് പറയാണ് ബാബ, ഫുൾ സ്റ്റോപ്പ്. ഫിർ ആകെ ബഡ്ത്തെ ഹേ തോ ഏക് വ അൾഫ് സിഖലാത്തെ ഹേ. അപ്പോൾ ആദ്യം ബിന്ദു എന്നുള്ളത് എഴുതും, പിന്നെ മുന്നോട്ട് പോയി ആദ്യം ഒന്ന് എന്നുള്ളത്, പിന്നെ അൾഫ് എന്നുള്ളത് അക്ഷരങ്ങൾ എഴുതും. തോ യഹ് ബി ഏക് ബിന്ദു ഹേ. ഇതും ഒരു ബിന്ദുവാണ്. ഫിർ ആകെ ബഡ്ത്തെ, പിന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ. ആദ്യം ബാബ പറയുകയാണ് ബിന്ദു, അതായത് ഫുൾ സ്റ്റോപ്പ്, ഒരു പോയിൻ്റ് ഇടുകയാണ്, പിന്നെ ഒന്ന് എന്നെഴുതുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ആദ്യം ബിന്ദു, പിന്നെ നമ്മൾ മുന്നോട്ട് ഉയരുകയാണ്. तो बिंदु की याद और एक उस एक में है सभी बातें आ जाती हैं. അപ്പം ബാബു പറയാണ് ബിന്ദുവിൻ്റെ ഓർമ്മ ഒന്ന്, പിന്നെ ആ ഒന്നിൽ ബാക്കി എല്ലാ കാര്യങ്ങളും വരികയാണ്. ആ ഒരേ ഒരു ബാവ എന്നുള്ളതിൽ, ആ ബിന്ദുവിൽ എല്ലാ കാര്യങ്ങളും വരികയാണ്. ഏക് കി യാദ് ഔർ ഏക് രസ് അവസ്ഥ. ഒന്നിൻ്റെ ഓർമ്മ, അതേപോലെ ഏകരസ അവസ്ഥ. ഏക് കി യാദ് ഔർ ഏക് രസ് അവസ്ഥ, ഏക് കി ഹി മത് ഔർ ഏക് കെ ഹി കർത്തവ്യമേ മദദ്ഗാർ. അപ്പോൾ ഒന്നിൻ്റെ തന്നെ ഓർമ്മ, ഒരു രസ അവസ്ഥ, ഒന്നിൻ്റെ തന്നെ അഭിപ്രായം, ഒന്നിൻ്റെ തന്നെ കർത്തവ്യത്തിൽ സഹയോഗി. ആ ഒന്നിൽ എല്ലാം തന്നെ വരുന്നു എന്ന് ബാബ പറയുകയാണ്. അപ്പോൾ ആ ഒരേ ഒരു ബാബയുടെ ഓർമ്മ, നമ്മുടെ അവസ്ഥയും ഏകരസം, ഒരേ ബാബയുടെ അഭിപ്രായം, അതുപോലെ തന്നെ ബാബയുടെ കർത്തവ്യത്തിൽ എല്ലാവരും സഹയോഗികൾ. അഗർ ഏക് ഏക് ബാത്ത് ഹി യാദ് രഖേ തോ ബഹുത്ത് ഹി അപ്പനേക്കു ആകെ ബഡാ സക്തേ. ഈ ഒന്ന് എന്നുള്ള ഒരു കാര്യം തന്നെ ഓർമ്മയിൽ വയ്ക്കുകയാണെങ്കിൽ വളരെയധികം തനിക്ക് മുന്നോട്ടുയരാൻ കഴിയും. കാരണം എല്ലാം ഒന്നിലടങ്ങുകയാണ്. അതാണ് ബാബ ഓർമ്മിപ്പിക്കുന്നത്. ഒന്നിൻ്റെ തന്നെ ഓർമ്മയാണ്, ഏകരസ അവസ്ഥയാണ്, ഒന്നിൻ്റെ തന്നെ അഭിപ്രായം, അതായത് ബാബയുടെ തന്നെ ഉപദേശമാണ്. പിന്നെ അടുത്തത് നമ്മളെല്ലാവരും ഒരേ ഒരു ബാബയുടെ കാര്യത്തിന് സഹയോഗികളാണ്. അപ്പോൾ ആ ഒന്ന് എന്നുള്ളത് ഓർമ്മയിൽ വെച്ചാൽ തന്നെ നമുക്ക് വളരെയധികം മുന്നോട്ടുയരാൻ സാധിക്കും എന്ന് ബാബ വളരെ എളുപ്പമുള്ള വഴി പറഞ്ഞു തരികയാണ്. സിർഫ് ബിന്ദു ഔർ ഏക് ഉസ്കെ ആകെ വിസ്താർ മേ ജാനെ കി ദർക്കാർ നെഹി. ബാബ പറയുന്നത് ഒന്നുണ്ട് ബിന്ദു, പിന്നെ അടുത്തുണ്ട് ഒന്ന് എന്നുള്ളത്. ഇത് രണ്ടും ഓർമ്മയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വളരെ വിസ്താരത്തിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ രണ്ടിൽ ബാക്കി എല്ലാം അടങ്ങുന്നുണ്ട്. വിസ്താർ മേ ജാനാ ഹേ തോ സിർഫ് സർവീസ് പ്രതി. വിസ്താരത്തിലേക്ക് പോകേണ്ടി വരുന്നത് സേവനത്തിന് വേണ്ടി മാത്രമാണ്. തൻ്റെ ആത്മ ഉന്നതിക്ക് ബാബ പറയുകയാണ്, ഒന്ന് ബിന്ദു രൂപം എന്നുള്ളത് ഓർമ്മ വയ്ക്കുക, അടുത്തത് ഒന്ന് എന്നുള്ളത് ഓർമ്മ വെച്ചാൽ മതി. വളരെയധികം ഉയർച്ച ഉണ്ടാക്കാൻ സാധിക്കും. उसके आगे अपनी बुद्धि को चलाने की इतनी आवश्यकता नहीं है. ബാബറിന് സർവീസിന് വേണ്ടി സ്വയം കുറച്ച് ചിന്തിക്കുന്നു എന്നുള്ളതല്ലാതെ ഉന്നതിക്ക് വേണ്ടി കൂടുതൽ ഓർക്കേണ്ട കാര്യമോ ചിന്തിക്കേണ്ട ആവശ്യമോ ഇല്ല.
सिर्फ यही बातें याद रखो तो सहज संपूर्णता को पा सकते हैं. ഈ കാര്യങ്ങൾ മാത്രം ഓർമ്മയിൽ വെച്ചാലും സഹജമായിട്ട് സമ്പൂർണതയിലെത്താൻ കഴിയും. സഹജ് ഹേ വാ മുഷ്കിൽ ഹേ. അപ്പോൾ ബാബ ചോദിക്കുക, എളുപ്പമാണോ അതോ പ്രയാസമാണോ? സഹജ് മാർഗ് ഹേ, ലേക്കിൻ സഹജ് കോ മുഷ്കിൽ കോൻ ബനാത്താ ഹേ. സഹജമായിട്ടുള്ള മാർഗമാണ്, എന്നാൽ ഈ സഹജമായിട്ടുള്ളതിനെ ആരാണ് പ്രയാസമുള്ളതാക്കുന്നത്? അപ്പോൾ അവിടെ ഇരുന്നൊരു ഉത്തരം പറഞ്ഞ് സംസ്കാരം. യഹ് സംസ്കാർ ഭി ഉൽപ്പന്ന ക്യോ ഹോത്തെ. ഇപ്പോൾ സംസ്കാരം എന്നുള്ള ഉത്തരം കേട്ടിട്ട് ബാബ ചോദിക്കുകയാണ്, ഈ സംസ്കാരവും എന്തുകൊണ്ടാണ് ഉൽപ്പന്നമാകുന്നത്? സിർഫ് അപ്പനി വിസ്മൃതി ഇൻ സബ് ബാത്തോं को ഉൽപ്പന്ന करती है. സ്വയം താൻ ആരാണെന്നുള്ള വിസ്മൃതിയാണ് ഈ എല്ലാ കാര്യങ്ങളെയും ഉൽപ്പന്നമാക്കുന്നത് അഥവാ ഓർമ്മിപ്പിക്കുന്നത്. ചാഹെ പിछले संस्कार, चाहे पिछले कर्म बंधन, चाहे वर्तमान की भूलें, जो भी कुछ होता है उसका मूल कारण अपनी विस्मृति है. ബാബ പറയുകയാണ്, തൻ്റെ തന്നെ പഴയ സംസ്കാരമായിരുന്നാലും പഴയ നേരത്തെയുള്ള കർമ്മബന്ധനങ്ങളായിരുന്നാലും വർത്തമാന സമയത്ത് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളായിരുന്നാലും എന്തു തന്നെയായിരുന്നാലും ഇതിൻ്റെ എല്ലാം മൂല കാരണം തൻ്റെ തന്നെ വിസ്മൃതിയാണ്. അപ്പം ബാബു പറയാണ്, സംസ്കാരം എന്തുകൊണ്ടാണ് ഉൽപ്പന്നമാകുന്നത്? അതായത് ഒരേ ഒരു ബാബ, ഒരേ ഒരു ബിന്ദു സ്വരൂപം, ഈ സ്വരൂപത്തിൽ ഇരുന്നാൽ വളരെയധികം ഉന്നതിയിൽ വരാൻ കഴിയും. പക്ഷേ പലപ്പോഴും നമ്മളത് ഉന്നതിയിലേക്ക് വരുന്നില്ല. കാരണം ബാബ പറയുകയാണ്, വിസ്മൃതിയാണ്. താൻ ആരാണെന്നുള്ളത് മറന്നു പോകുന്നത് കൊണ്ടാണ് പഴയ സംസ്കാരങ്ങളെല്ലാം പതുക്കെ പുറത്തേക്ക് വരുന്നത് എന്ന് ബാബ പറയുകയാണ്. അപ്പനി വിസ്മൃതി കെ കാരൻ യഹ് സഭി വ്യർത്ഥ ബാത്തേം സഹജ് കോ മുഷ്കിൽ ബനാ ദേത്തി. അപ്പോൾ തൻ്റെ തന്നെ വിസ്മൃതി കാരണമാണ് എല്ലാ വ്യർത്ഥ കാര്യങ്ങളും സഹജമായിട്ടുള്ളതിനെ പ്രയാസമുള്ളതാക്കി തീർക്കുന്നത്. ബിന്ദു സ്വരൂപ ആത്മാവാണ് ഞാനെന്നുള്ള ഓർമ്മയിലിരിക്കാനും ഒരേയൊരു ബാബയുടെ ഓർമ്മയിലൂടെ ഏകരസ അവസ്ഥയിൽ വരുന്നതിനും ഒരേയൊരു ബാബയുടെ ഉപദേശമനുസരിച്ച് ബാബയുടെ കർത്തവ്യത്തിന് സഹയോഗികളായിട്ട് മുന്നോട്ട് പോകാനും അങ്ങനെ നമ്മുടെ ആത്മോന്നതി അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയെ ഉയർത്താനും നമുക്ക് സാധിക്കും. പക്ഷേ അത് സാധിക്കുന്നില്ല. കാരണം ഇപ്പോൾ ബാബ പറയുകയാണ്, അതായത് നമ്മൾ യഥാർത്ഥത്തിൽ കാര്യങ്ങളെ മറന്നു പോവുകയാണ്. ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം പോലും നമുക്ക് പ്രയാസമായി തോന്നിയ അതുകൊണ്ടാണ്. അതായത് വിസ്മൃതിയാണ് അതിൻ്റെ കാരണം എന്ന് ബാബ പറയുകയാണ്. സ്മൃതി രഹിനേസെ ക്യാ ഹോങ്ക. സ്മൃതിയിലിരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? ജോ ലക്ഷ്യ രഖ് കർക്കെ ആയേ ഹോ സ്മൃതി സമ്പൂർണ്ണ വിസ്മൃതി അസമ്പൂർണ്ണ. അതായത് എന്ത് ലക്ഷ്യമായിട്ടാണോ നിങ്ങൾ വന്നത്, സ്മൃതി സമ്പൂർണ്ണം, വിസ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസമ്പൂർണമാണ്, സമ്പൂർണ്ണമല്ല. വിസ്മൃതി ഹേ തോ ബഹുത്ത് ഹി വിഘ്ന ഹേ. വിസ്മൃതിയിലാണെങ്കിൽ വളരെയധികം വിഘ്നങ്ങളുണ്ട്. और സ്മൃതി ഹേ തോ സഹജ് और സമ്പൂർണത. സ്മൃതി ഉണ്ട് എങ്കിൽ സഹജ് और സമ്പൂർണത, സഹജവുമാണ്, സമ്പൂർണതയിലും എത്തും. അപ്പോൾ വിസ്മൃതിയാണ് വിഘ്നങ്ങളുടെ കാരണം എന്നാണ് ബാബു പറയുന്നത്. പിന്നെ സ്മൃതിയാണ് സഹജവും സമ്പൂർണതയിലും എത്താൻ കഴിയുന്നത്. ദോ ബാത്തേ സുനായി. അപ്പോൾ ബാബ രണ്ട് കാര്യങ്ങൾ കേൾപ്പിച്ചു. अगर इस स्मृति को मजबूत करते जाओ तो विस्मृति आपे ही भाग जाएगी. അപ്പം ബാബു പറയാണ്, ഈ കാര്യങ്ങളെ ശക്തമാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ വിസ്മൃതി സ്വയം തന്നെ ഇല്ലാതായിക്കോളും. സ്മൃതി കോ ഛോടേങ്കെ ഹി നഹി തോ വിസ്മൃതി കഹാസെ ആയെങ്കി. സ്മൃതിയെ ഉപേക്ഷിക്കുന്നത് തന്നെ ഇല്ല എങ്കിൽ വിസ്മൃതി എവിടെ നിന്ന് വരും? ഭഗവാൻ എപ്പോഴും സ്മൃതിയിൽ തന്നെയാണ് എങ്കിൽ മറവി എന്നുള്ളതൊന്നും വരില്ലല്ലോ. അപ്പം നമ്മളെ മറന്നു പോകുന്നത് കൊണ്ടാണ് ഏറ്റവും പ്രയാസമായിട്ട് സഹജമായ കാര്യങ്ങൾ പോലും തോന്നുന്നത് എന്ന് പറയുകയാണ്.
സൂര്യാസ്ത് ഹോ ജാത്താ ഹെ തബ് അന്ധ്യാര ഹോ ജാത്താ ഹെ. സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് അന്ധകാരമാകുന്നത്. സൂര്യാസ്ത് ഹി ന ഹോ തോ അന്ധ്യാര കൈസെ ആവേ. സൂര്യൻ അസ്തമിക്കുന്നത് തന്നെ ഇല്ല എങ്കിൽ എങ്ങനെ അന്ധകാരം വരാനാണ്? वैसे ही अगर स्मृति का सूर्य सदा कायम रखेंगे तो विस्मृति का अंधियारा आ नहीं सकता. അപ്പം ബാബു പറയാണ്, സ്മൃതിയുടെ സൂര്യൻ സദാ ഓർമ്മയിലുണ്ട് എങ്കിൽ, സദാ നിലനിർത്തുകയാണെങ്കിൽ വിസ്മൃതിയുടെ അന്ധകാരം വരിക തന്നെയില്ല. യഹ അലൗകിക് ഡ്രിൽ ജാൻതി ഹോ. ഇത് അലൗകിക ഡ്രില്ലാണ്. ഈ ഡ്രിൽ അറിയാമോ എന്ന് ചോദിക്കുകയാണ് ബാബ. അതായത് ഒന്നുണ്ട് സ്മൃതി, ഒന്നുണ്ട് വിസ്മൃതി. അപ്പം ബാബ പറയാണ്, ഏതുപോലെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അന്ധകാരം സ്വയമേ തന്നെ വരും. അപ്പം അതേപോലെ ഞാൻ ആരാണ്, ഞാൻ ആരുടേതാണ് എന്ന് മറന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിസ്മൃതി വരും. വിസ്മൃതിയിലൂടെ വിഘ്നങ്ങളുണ്ടാവും. ആ വിഘ്നങ്ങളിൽ നമുക്കൊരിക്കലും ഉയരാൻ കഴിയുകയില്ല. വൈസേ ഭി അഭി വഹ് ഡ്രിൽ ജോ കർത്തേ ഹെ വേ തന്ദുരസ്ത് രഹത്തെ ഹെ. ഇപ്പം സാധാരണ തന്നെ ആരാണോ ഇപ്പോൾ ഡ്രിൽ അഭ്യസിക്കുന്നത് അവർ ആരോഗ്യത്തോടെയിരിക്കും. തന്ദുരസ്തിക്ക് സാത്ത് സാത്ത് ശക്തിശാലി ഭി രഹത്തെ ഹെ. അവർക്ക് ആരോഗ്യം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അവർ ശക്തിശാലിയുമായിരിക്കും. तो यह अलौकिक ड्रिल जो जितनी करता है उतना ही तंदुरुस्त अर्थात माया की व्याधि नहीं आती और शक्ति स्वरूप भी रहता है. അപ്പോൾ ഈ അലൗകിക ഡ്രിൽ ആര് എത്രമാത്രം ചെയ്യുന്നു അത്രയും ആരോഗ്യം, അർത്ഥം മായയുടെ വ്യാധി വരികയില്ല, ശക്തി സ്വരൂപമായിട്ടിരിക്കും. അപ്പം ബാബു പറയാണ്, ഈ അലൗകിക ഡ്രില്ല് ആര് എത്രമാത്രം ചെയ്യുന്നുണ്ടോ അത്രയും ആരോഗ്യം, അർത്ഥം മായയുടെ വ്യാധി വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ശക്തി സ്വരൂപമായിട്ടിരിക്കും. ഇപ്പോൾ സാധാരണ തന്നെ ആരാണോ എക്സർസൈസ് ചെയ്യുന്നത്, ഡ്രില്ല് അഭ്യസിക്കുന്നത്, അവർക്ക് ആരോഗ്യം ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ ബാബ അഭ്യസിപ്പിക്കുന്ന ഈ ആത്മീയ ഡ്രില്ല് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശക്തി സ്വരൂപമായിരിക്കും, മായയുടെ വ്യാധി നമുക്കുണ്ടാകില്ല എന്ന് ബാബു പറയുകയാണ്. ജിത്തന ജിത്തന യഹ അലൗകിക് ബുദ്ധി കി ഡ്രിൽ കർത്തേ രഹേംഗെ ഉത്തന ഹി ജോ ലക്ഷ്യ ഹെ ബനനെ കാ വഹ് ബൻ പാവേംഗെ. അപ്പോൾ എത്രമാത്രം ഈ അലൗകിക ബുദ്ധിയുടെ ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അത്രയും ലക്ഷ്യം ഏതാണോ ആയിത്തീരേണ്ടത് അതായിക്കൊണ്ടിരിക്കും, ലക്ഷ്യത്തിലെത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ബുദ്ധിയുടെ ഡ്രിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. ഡ്രിൽ में जैसे ड्रिल मास्टर कहता है वैसे हाथ पाव चलाते हैं ना. അപ്പം ബാബു പറയാണ്, ഇപ്പോൾ സാധാരണ ഡ്രില്ലിലും ഡ്രിൽ മാസ്റ്റർ എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ചാണല്ലോ കൈകാലുകൾ ഉയർത്തുന്നത് അഥവാ ചലിപ്പിക്കുന്നത്. യഹാം ഭി അഗർ സഭി കോ കഹാ ജായ് ഏക് സെക്കൻഡ് മേ സാകാരി സെ നിരാകാരി ബൻ ജാവോ തോ ബൻ സകേംഗെ. അപ്പം ഇവിടെയും എല്ലാവരോടും പറയുകയാണ്, ഒരു സെക്കൻഡിൽ സാകാരിയിൽ നിന്നും നിരാകാരിയാകൂ, അപ്പോൾ നിങ്ങൾക്കാകാൻ കഴിയുമോ? ഒരു സെക്കൻഡിൽ സാകാരിയിൽ നിന്നും നിരാകാരിയാകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്താൻ കഴിയുമോ എന്ന് ബാബ ചോദിക്കുകയാണ്. ഏതുപോലെ ഡ്രിൽ മാസ്റ്റർ എങ്ങനെയാണോ കൈകളും കാലുകളും ഉയർത്താനോ അല്ലെങ്കിൽ ചലിപ്പിക്കാനോ പറയുന്നത് അതിനനുസരിച്ച് ചലിപ്പിക്കുമ്പോഴാണല്ലോ അത് ഡ്രില്ലാകുന്നത്. അങ്ങനെ ആ ഡ്രില്ലിലൂടെ അഥവാ എക്സസൈസിലൂടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകുന്നു. ചലിപ്പിക്കുന്നതിനനുസരിച്ച് അഥവാ പ്രവർത്തിപ്പിക്കുന്നതിനനുസരിച്ച് തന്നെയാണ് ആരോഗ്യം ഉണ്ടാകുന്നത്. അതേപോലെ ബുദ്ധിയെ ബാബയുടെ അഡ്വൈസ് അനുസരിച്ച് ഒരു സെക്കൻഡിൽ സാകാരിയിൽ നിന്നും നിരാകാരി അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ബാബ ചോദിക്കുകയാണ്. जैसे स्थूल शरीर के हाथ पाँव झट डायरेक्शन प्रमाण ड्रिल में चलाते रहते हैं
वैसे 1 सेकंड में साकारी से निराकारी बनने की പ്രാക്ടീസ് है. ഏതുപോലെ സ്ഥൂല ശരീരത്തിൻ്റെ കൈകാലുകൾ ഡയറക്ഷൻ അനുസരിച്ച് ഡ്രില്ലിൽ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അതേപോലെ 1 സെക്കൻഡിൽ സാകാരിയിൽ നിന്ന് നിരാകാരിയാകുന്നതിനുള്ള പ്രാക്ടീസ് ഉണ്ടോ? ബാബ ചോദിക്കുകയാണ്. സ്ഥൂല ശരീരത്തിൻ്റെ കൈകാലുകളെ ഡയറക്ഷൻ അനുസരിച്ച് പെട്ടെന്ന് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട്, അതേപോലെ 1 സെക്കൻഡിൽ സാകാരിയിൽ നിന്നും നിരാകാരിയാകുന്നതിൻ്റെ പ്രാക്ടീസ് ഉണ്ടോ? साकारी से निराकारी बनने में कितना समय लगता है? സാകാരിയിൽ നിന്നും നിരാകാരിയാകുന്നതിന് എത്ര സമയമെടുക്കുന്നുണ്ട്? जबकि अपने ही असली स्वरूप हैं, फिर भी सेकंड में क्यों नहीं स्थित हो सकते? അപ്പം ബാബു പറയാണ്, തൻ്റെ തന്നെ യഥാർത്ഥ സ്വരൂപമാണ്, പിന്നെ സെക്കൻഡിൽ എന്തുകൊണ്ട് സ്ഥിതി ചെയ്യാൻ കഴിയുന്നില്ല? ശരിക്കും നിരാകാരി സ്വരൂപം എന്ന് പറയുന്നത് അതെൻ്റെ തന്നെ സ്വരൂപമാണ്, ആത്മാവിൻ്റെ തന്നെ സ്വരൂപമാണ്. അപ്പം ബാബ പറയാണ്, ആ ഒരു യഥാർത്ഥ സ്വരൂപത്തിലേക്ക് എന്തുകൊണ്ട് വരാൻ കഴിയുന്നില്ല? അബ് തക്ക് കർമ്മബന്ധൻ ഹേ, ഇപ്പോൾ വരെയും കർമ്മബന്ധനമുണ്ടോ? क्या अब तक भी कर्मबंधन की आवाज़ सुनते रहेंगे? ഇപ്പോൾ വരെയും കർമ്മബന്ധനത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുമോ? जब ये पुराना शरीर छोड़ देंगे तब तक कर्मबंधन सुनते रहेंगे? എപ്പോൾ വരെ ഈ പഴയ ശരീരം ഉപേക്ഷിക്കുന്നില്ലയോ അതുവരെ കർമ്മബന്ധനം എന്നുള്ള ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുമോ? അപ്പം ബാബ ചോദിക്കുകയാണ്, ഇപ്പോൾ വരെയും കർമ്മബന്ധനമുണ്ടോ? ഇപ്പോൾ വരെയും കർമ്മബന്ധനത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണോ? സുനത്തെ രഹേങ്കെ. जब ये पुराना शरीर छोड़ देंगे तब तक कर्मबंधन सुनते रहेंगे? എപ്പോൾ വരെ ഈ പഴയ ശരീരം ഉപേക്ഷിക്കുന്നില്ലയോ അതുവരെ ബാബ ചോദിക്കുക, കർമ്മബന്ധനം നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുമോ? ഈ ശബ്ദം നിങ്ങൾ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. इस क्लास में प्रश्न का उत्तर देने वाले कौन है? ബാബ ചോദിക്കുകയാണ്, ഈ ക്ലാസ്സിൽ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നവരാരാണ്? वह तो बहुत नाम सुनाए, फिर प्रश्न उत्तर से पार जाने वाले कौन है? അപ്പോൾ ബാബ 2 ചോദ്യം ചോദിച്ചു. അതായത് ഈ ക്ലാസ്സിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന ആരാണ്? അപ്പോൾ അവിടെ ഇരുന്നവർ വളരെയധികം പേര് പറഞ്ഞു. എന്നിട്ട് ബാബ ചോദിക്കുകയാണ്, ചോദ്യ ഉത്തരങ്ങൾക്കുപരിയായിട്ട് ആരാണ് പോകുന്നത്? ഇസ് ബട്ടി മേ പറക്കിനെ കി പവർ ആയെങ്കിൽ, ഈ ബട്ടിയിൽ തിരിച്ചറിയുന്നതിനുള്ള ശക്തി വരും. ഹരേക്ക് കോ യഹി കോശിഷ് കർണി ചാഹിയേ कि हम संपूर्ण बनकर ही जाएंगे. ഓരോരുത്തർക്കും ഇത് പരിശ്രമിക്കണം, അത് ഞാൻ സമ്പൂർണ്ണമായിട്ട് തന്നെ പോവുകയുള്ളൂ. ഐസേ അബ് ഹോ സക്ത ഹൈ? ബാബ ചോദിക്കുക, അങ്ങനെ പറ്റുമോ? ഇത് സമ്പൂർണ്ണമായിട്ട് ഈ ബട്ടിയിൽ നിന്ന് പോവുകയുള്ളൂ, അങ്ങനെ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ആകുമോ? നിങ്ങൾ സമ്പൂർണ്ണമായി തീരുമോ ഈ ബട്ടിയിൽ നിന്ന് ചോദിക്കുകയാണ്. വ അന്തുമേ ഹോങ്ക, അതോ അവസാനമേ സമ്പൂർണ്ണമാകുകയുള്ളൂ എന്ന് ചോദിക്കുക. അപ്പോൾ അവിടെ ഇരുന്നവർ പറഞ്ഞ്, ആ ബാബ ഇപ്പോഴേ പറ്റുമെന്ന്. तो ബാക്കി അന്ത് തക്ക് രഹക്കർ ക്യാ കരേങ്കെ? അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളങ്ങ് സമ്പൂർണ്ണമാകുകയാണെങ്കിൽ പിന്നെ അവസാനം വരെ ഇരുന്നിട്ട് എന്ത് ചെയ്യും? അപ്പോൾ അവർ പറഞ്ഞു, പ്രജാബനായെങ്കിൽ, പ്രജകളെ തയ്യാറാക്കുന്നു. ബാബയോട് പറഞ്ഞു, സ്വയം രാജ താജ്ധാരി ബൻ ജായെങ്കിൽ और दूसरों को प्रजा बनाएंगे. സ്വയം രാജാവ് കിരീടധാരിയായിത്തീരും, മറ്റുള്ളവരെ പ്രജയാക്കും. ആപ് സമാൻ ഭി ബനാനാ ഹെ,
തനിക്ക് സമാനമാക്കണമല്ലോ. പ്രജാപി ബനാനി ഹെ, അവരെ തനിക്ക് സമാനവും രാജാവും ആക്കണം, പിന്നെ പ്രജകളെയും തയ്യാറാക്കണം. നഹി തോ പ്രജാബിഗർ രാജ്യ കിസ്പർ കരേങ്കി, അല്ല എങ്കിൽ പ്രജകളില്ലാതെ ആരുടെ മേൽ രാജ്യം ഭരിക്കും? ബാബു പറയുകയാണ്, സ്വയം രാജാവായി തിലകധാരിയാകുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും രാജാവുമാക്കണം, തിലകധാരിയുമാക്കണം. അതോടൊപ്പം തന്നെ പ്രജകളെയും തയ്യാറാക്കണം. കാരണം രാജ്യം ഭരിക്കണമെങ്കിൽ ബാബു പറയാണ് പ്രജകൾ തീർച്ചയായിട്ടും വേണം. പ്രജകളില്ല എങ്കിൽ ആരുടെ മേൽ രാജ്യം ഭരിക്കും എന്ന് ചോദിക്കുകയാണ് ബാബു. तो ऐसे समझे कि इतने सभी सितारे സമ്പൂർണ്ണ ബൻകർക്കെ ഹി ജായെങ്കിൽ, അതോ ഇങ്ങനെ മനസ്സിലാക്കട്ടെ, ഇത്രയും നക്ഷത്രങ്ങൾ സമ്പൂർണ്ണമായിട്ട് തന്നെ പോകും. യഹി ഉമംഗ് ഔർ നിശ്ചയ് ഹരേക് മേ ഹോന ആവശ്യക് ഹേ കി ഹം സമ്പൂർണ്ണ ബനെ ഔർ സർവ്വകോ ബനായെങ്കിൽ. ഇത്രയും ഉണർവും നിശ്ചയവും ഓരോരുത്തർക്കും ആവശ്യമാണ്. അതായത് ഞാൻ സമ്പൂർണ്ണമായിട്ട് സർവരെയും ആക്കും. ഇത്രയും ഉണർവും അതേപോലെ നിശ്ചയവും ഓരോരുത്തർക്കും ആവശ്യമാണ്. അതായത് ഞാൻ സ്വയം സമ്പൂർണ്ണമായിട്ട് മറ്റുള്ളവരെയും ആക്കിയെടുക്കും. യഹി ഉമംഗ് ഉത്സാഹ് സദാ കായം രഹേ തോ അവശ്യ ഹി ലക്ഷ്യ കി പ്രാപ്തി ഹോ ജായെങ്കി. അങ്ങനെ ഉണർവും ഉത്സാഹവും സദാ നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്യത്തിൻ്റെ പ്രാപ്തിയിലെത്തും. और बाप दादा को निश्चय है ऐसे संपूर्ण ही इस यज्ञ कुंड से निकलेंगे. പിന്നെ ബാപ്ദാദയ്ക്ക് നിശ്ചയമുണ്ട്, അങ്ങനെ സമ്പൂർണ്ണമായിട്ടുള്ളവർ മാത്രമേ ഈ യജ്ഞകുണ്ഡത്തിൽ നിന്നും വരികയുള്ളൂ. അപ്പോൾ ബാപ്ദാദ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, അതായത് നിശ്ചയമുള്ള കുട്ടികൾ മാത്രമേ സമ്പൂർണ്ണമായി തീരുകയുള്ളൂ. ഈ യജ്ഞകുണ്ഡത്തിൽ നിന്നും സമ്പൂർണ്ണമായിട്ട് പുറത്ത് അവർക്കേ വരാൻ കഴിയുകയുള്ളൂ ആരാണോ പൂർണ്ണ നിശ്ചയബുദ്ധിയുള്ളവർ. അങ്ങനെ നിശ്ചയബുദ്ധിയുള്ളവരായി എല്ലാവരും ഉയർന്ന അവസ്ഥയിലെത്തട്ടെ എന്ന് ബാബ ആശംസിക്കുകയാണ്. ഓം ശാന്തി.